നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ധനദാതാവായ ശുക്രനും നിഴൽ ഗ്രഹമായ കേതുവും കന്നിയിൽ ഒന്നിക്കുകയാണ്. സെപ്റ്റംബർ 2-ാം വാരത്തിലൂടെ സൂര്യൻ കന്നി രാശിയിലേക്ക് പ്രവേശിക്കും. ഇതിനകം തന്നെ ശുക്രനും കേതുവും കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഈ 3 ഗ്രഹങ്ങളും ചേർന്ന് ത്രിഗ്രഹ യോഗത്തിന് രൂപം നൽകുന്നു. ഇതിലൂടെ ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല കാലം വന്നെത്തും. ഇവർക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. ആ ഭാഗ്യശാലികൾ ആരെല്ലാമാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അവർ ഏതെല്ലാം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരാണെന്ന് അറിയുന്നതിന് മുമ്പായി ദയവായി ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിലൂടെ നല്ല യോഗം വന്നു ചേരുന്ന നക്ഷത്രക്കാർ ചിങ്ങം രാശിയിൽ ജനിച്ച മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കാണ്. ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. അവരുടെ ജാതകത്തിൽ ധനം, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സംഭവിക്കുന്നത്. തൽഫലമായി ഈ കാലയളവിൽ ആകസ്മികമായ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥരായ ചിങ്ങം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സഹപ്രവർത്തകരിൽ നിന്നും വളരെ നല്ല സഹകരണം ലഭിക്കും. അത് അവരുടെ കരിയറിൽ വളരെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ സമയത്ത് ആശയവിനിമയം വളരെയധികം മെച്ചപ്പെടും. ഇവരുടെ സംസാരം മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചുപറ്റും. കൂടാതെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ത്രിഗ്രഹ യോഗത്തിലൂടെ ഇവർക്ക് വന്നു ചേരുന്നത്. അടുത്ത ഈ ഒരു ത്രിഗ്രഹ രാജയോഗം, അതായത് ഈ ഒരു യോഗം വന്നു ചേരുന്നത് കന്നി രാശിക്കാരാണ്. ഉത്രം, അത്തം, ചിത്തിര. ഈ കന്നിരാശിയിൽ ജനിച്ച ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളേകും. കാരണം ഇവരുടെ ലഗ്നഭാവത്തിലാണ് ത്രിഗ്രഹ യോഗം രൂപം കൊള്ളുന്നത്. ഇത് കാരണം ഈ കാലയളവിൽ ഇവരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരും. ധാർമ്മികവും സമൂഹത്തിന് ഉപകാരപ്രദവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സമൂഹത്തിൽ ഇവരുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. സാമ്പത്തികമായ എല്ലാ ആശങ്കകൾക്കും വിരാമമാകും. ഈ കാലയളവിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിവാഹിതരായവർക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ സുന്ദരമാകും. ഉദ്യോഗസ്ഥർക്ക് അവരുടെ കർമ്മ മേഖലയിൽ സമ്പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും. അതുവഴി വലിയ നേട്ടങ്ങളാണ് കന്നി രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് മേടം രാശിയിൽ ജനിച്ചവർക്കാണ്. മേടം രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ത്രിഗ്രഹ യോഗം വന്നു ചേരുന്നത്. ഈ യോഗം ഇവർക്ക് വളരെ ഐശ്വര്യദായകമാകും. കാരണം മേടം രാശിയുടെ 6-ാമത്തെ ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത്. തൽഫലമായി ഇവരുടെ വരുമാനത്തിൽ കാര്യമായ ധനവർധനവുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുമായും സഹപ്രവർത്തകരുമായും ഉള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടുകയും അതുവഴി കരിയറിൽ ഉയരാൻ സാധിക്കുകയും ചെയ്യും. കോടതി വിഷയങ്ങളിൽ കേസുകളും മറ്റുമായി കഴിയുന്നവർക്ക് അനുകൂലമായ വിധിയുണ്ടാകും. പണം സമ്പാദിക്കുന്നതിൽ വിജയിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകും. സാമ്പത്തികമായ എല്ലാ
ആശങ്കകൾക്കും വിരാമമാകും. ഈ കാലയളവിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിവാഹിതരായവർക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ സുന്ദരമാകും. ഉദ്യോഗസ്ഥർക്ക് അവരുടെ കർമ്മ മേഖലയിൽ സമ്പൂർണ്ണ പിന്തുണ ലഭിക്കുകയും അതുവഴി ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഫലങ്ങൾ ഒരുപോലെ വന്നു എന്ന് ഇരിക്കില്ല. കാരണം ഒരു നക്ഷത്രത്തിൽ ജനിച്ചവർ തന്നെ ഒട്ടനവധി ആൾക്കാരുണ്ടാകും. എല്ലാവർക്കും ഒരേ ഫലം തന്നെ കിട്ടി എന്ന് വരില്ല. കാരണം അവരുടെ ജനിക്കുന്ന സമയവും ആ സമയത്തുള്ള ഗ്രഹദൃഷ്ടികളും വെച്ചും ഒക്കെ ഓരോ ദശാഫലങ്ങളും മറ്റും അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഇത് ഒരു ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചുള്ള ഒരു ഫലമാണ്. എല്ലാവരും അവരവർക്ക് ഈ ഒരു ഫലം വന്നില്ല എന്ന് കരുതി ദുഃഖിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സമയങ്ങൾ വരുമ്പോൾ എല്ലാം വളരെ കൃത്യമായി തന്നെ അനുഭവത്തിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.